അപ്പോൾ ഇന്ന് വളരെ സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം സന്തോഷം ജീവിതത്തിലെ ഒരു പുതിയൊരു തുടക്കം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വണ്ടിയുടെ അപ്ഡേഷൻ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അറിയാമല്ലോ, നിങ്ങളെല്ലാവരും ഞാൻ പല വീഡിയോസിലും പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ വണ്ടിയുടെ കളർ ചേഞ്ച് ആണ്. നമ്മൾ കേരളത്തിൽ അധികം ആരും ചെയ്യാത്ത ഒരു കളർ, നമ്മുടെ സെന്നിൽ ആ ഒരു കളർ നമ്മുടെ വണ്ടിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെ ആകുമെന്ന് കാര്യങ്ങളൊന്നും അറിയത്തില്ല. അപ്പോൾ അതിന് മുന്നോടിയായി നമ്മുടെ വണ്ടി ഒന്ന് മൊത്തത്തിൽ സ്ട്രിപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മൾ കളർ ചേഞ്ച് ചെയ്യാൻ സമയത്ത് നമ്മുടെ വണ്ടിയുടെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റണം. അകം നമ്മൾ മാറ്റുന്നില്ല, അകം നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആക്കുവാണ്. അപ്പോൾ അകം ഫുള്ളൊക്കെ സ്ട്രിപ്പ് ചെയ്യണം. അതേപോലെ വണ്ടിയുടെ അകത്തുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അഴിച്ചു മാറ്റി വണ്ടി നീറ്റായി കൊണ്ടുവരണം. അപ്പോൾ അതിന് മുന്നോടിയായി എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ വണ്ടിക്ക് ചെറിയ അവിടെ ഇവിടെയൊക്കെ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതിന് ശേഷം നമ്മുടെ അപ്ഡേഷനിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ വണ്ടി ഫോട്ടോയിലൊക്കെ കാണാൻ നല്ല രസമാണ്. പക്ഷേ ഈ സൈഡിലേക്ക് നിങ്ങൾ അടുത്ത് നോക്കുമ്പോൾ കാണാൻ പറ്റും, ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെയൊക്കെ പെയിൻറ്റ്. അതേപോലെ ഈ ഒരു ഫെൻഡറിൻ്റെ ഇവിടെ ആയിട്ടൊക്കെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഈ ഒരു പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് അതൊക്കെ മാറ്റണം. പിന്നെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു ബ്ലാക്ക് ഇതുണ്ട്, ഇവിടെയൊക്കെ പെയിൻറ്റും കാര്യങ്ങളും എല്ലാം പോയിട്ടുണ്ട്. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടുത്തെയും പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഈ സൈഡ് കണ്ടോ, ഈ സൈഡ് ഫുള്ള് സ്ക്രാച്ചാണ് കണ്ടോ. ഈ ഒരു സൈഡ് ഫുള്ള് പോയി, ഈ ഒരു ഫുള്ള് കണ്ടോ, ഇവിടെയൊക്കെ ഇനി പുട്ടിയിട്ട് ലെവലിൽ വേണം പെയിൻറ്റ് ചെയ്യാൻ. പിന്നെ ഡോറ് കണ്ടോ, നമ്മുടെ ഡോറ് ഈ ഒരു പുട്ടിയൊക്കെ ചാടി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളി വെട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പൊളിച്ചാൽ വൃത്തികേടാണ്. പിന്നെ ഇവിടെ ആയിട്ട് ഇവിടുത്തെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ബാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ ബാക്കിൽ ഡിക്കിക്കൊന്നും വലിയ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഇവിടെ ആയിട്ട് 2 ഹോൾസ് ഉണ്ട്. ഇത് ഞാൻ ജസ്റ്റ് നമ്മുടെ എന്തോ ഒരു സംഭവം ഇങ്ങനെ അടച്ചു വെച്ചിരിക്കുകയാണ്, SS-ന്റെ സ്ക്രൂ വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത്. ഇത് എന്താ സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വണ്ടിയിൽ ഇവിടെ ഒരു പഴയ ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ കണ്ടവർക്കറിയാം, ഇവിടെ ആയിട്ട് ചെറിയൊരു സ്പോയിലർ ഉണ്ടായിരുന്നു. ഏതോ വണ്ടിയുടെയാണ് വെട്ടിക്കേറ്റ് വെച്ചിരുന്നതാണ്. അപ്പോൾ അതൊക്കെ അഴിച്ച് കളഞ്ഞായിരുന്നു. പിന്നെ നമുക്ക് ഇനി ബാക്കിൽ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനില്ല. കാരണം നമ്മുടെ വണ്ടി ഫ്രണ്ടും ബാക്കും ഒക്കെ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്തതായിരുന്നു. പിന്നെ ഇവിടെ ആയിട്ട് വരുമ്പോഴേ ഇവിടെയൊക്കെ ആ ഒരു സ്പോയിലർ ഇരുന്നതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഈ ആൻറ്റിനെ അഴിച്ചു മാറ്റണം. പിന്നെ ഇങ്ങോട്ടേ വരുമ്പോഴാണ് അത് ഇവിടെയൊക്കെ ഉരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോൾ ഈ ഡോറിന് വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ ആയിട്ട് കണ്ടോ, ഇങ്ങനെയൊക്കെ പാടും കാര്യങ്ങളൊക്കെ വണ്ടിയിലുണ്ട്. പിന്നെ ഈ ഒരു ഡോറിൻ്റെ ഈ ഒരു സ്ഥലം ഫുള്ള് പോയിരിക്കുകയാണ്. അത് പാട് കണ്ടോ, മൊത്തം അലമ്പാണ്. പിന്നെ ഇവിടെ ആയിട്ട് സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലും വലിയ കുഴപ്പമൊന്നും ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു വണ്ടി എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇടിയോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ കയ്യിലേക്ക് എത്തുന്നതിന് മുന്നേ സംഭവിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ ഇത്രയും നാൾ ചെയ്ത ഇൻറ്റീരിയറിലുള്ള ആ ഒരു അപ്ഡേഷൻസും കാര്യങ്ങളും എല്ലാം നമുക്കിപ്പോൾ അടിച്ചു മാറ്റാനായിട്ടുണ്ട്. അതായത് നമ്മുടെ വണ്ടിയുടെ ഈ ഒരു ഡാഷ് ബോർഡിൻ്റെ തൊട്ട് താഴെയായിട്ട് നമ്മുടെ AC-യുടെ ഇൻടേക്ക് ഉണ്ട്, നമ്മുടെ പുറത്തുനിന്നുള്ള കാറ്റെടുക്കുന്ന. അവിടെ ആയിട്ട് ചെറിയ രീതിയിൽ തുരുമ്പും കാര്യങ്ങളൊക്കെ കയറിയിട്ട് വെള്ളം ലീക്ക് ആവുന്നുണ്ടായിരുന്നു അകത്തോട്ട്. അപ്പോൾ ആ ഒരു പാച്ച് വർക്ക് നമ്മൾ നാളെ, അതായത് നിങ്ങൾ ഈ വീഡിയോ എടുക്കുന്നതിന് അടുത്ത ദിവസം നമ്മൾ പാച്ചിന് കയറ്റുവാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിൻ്റെ അകം മൊത്തം ഒന്ന് ക്ലീൻ ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. കാരണം പുള്ളിക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു സീറ്റും കാര്യങ്ങളും അഴിച്ചു മാറണം. പെയിൻറ്റിങ് ടൈമിന് നമുക്ക് സീറ്റും കാര്യങ്ങളൊക്കെ നല്ല നീറ്റായിട്ട് കൊടുക്കാവുന്ന സീറ്റും കാര്യങ്ങളും അഴിച്ചു മാറ്റുക, ഡോർ പാഡ് അഴിച്ച് മാറ്റുക, ആൻഡ്രോയിഡ് സ്ക്രീൻ മാറ്റുക, ഡാഷ്ബോർഡ് അഴിക്കുക, സ്റ്റിയറിംഗ് അഴിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ ആദ്യം നമുക്ക് നമ്മുടെ വണ്ടിയുടെ സീറ്റ് അഴിച്ച് മാറ്റാം. അപ്പോൾ നമ്മൾ ആദ്യത്തെ സീറ്റ് അങ്ങനെ അഴിച്ചു മാറ്റി, നമ്മുടെ കോ ഡ്രൈവർ സീറ്റ് അങ്ങനെ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഇത് ഇങ്ങനെയാണ് നമ്മുടെ സെന്നിൻ്റെ സ്റ്റീലിലും കാർബണിലും ഒക്കെ കയറുന്നത്. നമ്മുടെ അറിയാമല്ലോ, ബാക്ക് ഡോർ ഇല്ലാത്ത ഫ്രണ്ട് ഡോർ മാത്രമുള്ള സ്റ്റീലും കാർബണൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിൽ കയറുന്നതാണ് നമ്മുടെ ഈ ഒരു സീറ്റ് ഇങ്ങനെ ചരിച്ചിട്ടാണ് കയറുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് നോക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ സീറ്റ് അങ്ങനെ അഴിച്ചു മാറ്റാം. യെസ്, അപ്പോൾ നമ്മുടെ ആദ്യത്തെ സീറ്റ് അങ്ങനെ അഴിച്ചു മാറ്റി. അപ്പോൾ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ആയിട്ടുണ്ട് നമ്മുടെ വണ്ടി. ഇപ്പോൾ കണ്ട, ഇനി നമുക്ക് സെൻട്രൽ കൺസോൾ അഴിച്ച് മാറ്റാം. അപ്പോൾ അതിനുള്ള കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ സാധാരണ നമ്മളെല്ലാം ഊരി കഴിയുമ്പോഴത്തേക്ക് നട്ടും ബോൾട്ടൊക്കെ മിച്ചം വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നട്ടും ബോൾട്ടൊക്കെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ലൈറ്റും കാര്യങ്ങളും കഴിഞ്ഞ ദിവസം സെറ്റ് ചെയ്ത ലൈറ്റാണ്, ഇതൊക്കെ ഊരി എടുക്കുവാണ് ഗൈസ്. കാരണം വണ്ടി നീറ്റാക്കി എന്തായാലും കൊടുക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈറ്റും കാര്യങ്ങളൊക്കെ വിടിയിക്കുകയാണ്. ഇനി നമുക്ക് ഉള്ള പണിയെന്ന് പറഞ്ഞാൽ ആൻഡ്രോയിഡ് സ്ക്രീൻ അഴിക്കുക, അതേപോലെ സ്റ്റിയറിംഗ്, നമ്മുടെ പുതിയ സ്റ്റിയറിംഗ് ഉണ്ട്, അത് അഴിക്കണം. പിന്നെ ഈ ഡാഷ് ബോർഡ് മൊത്തത്തിൽ അഴിക്കണം. അപ്പോൾ മാറ്റും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഈ മാറ്റൊക്കെ നമ്മൾ മാറ്റും കേട്ടോ. ഈ മാറ്റ് നമ്മൾ ഇനി വണ്ടിയിൽ ഇടുന്നില്ല, നമ്മൾ നേരത്തെ യൂസ് ചെയ്യുന്നൊരു മാറ്റാണ്. അപ്പോൾ ഇത് മാറ്റി നമ്മൾ നോർമലി ബ്ലാക്ക് ഫുൾ ഇൻറ്റീരിയർ മൊത്തം ബ്ലാക്ക് ആക്കുവാണ്. ഈ ഒരു തൂണും കാര്യങ്ങളും എല്ലാം ബ്ലാക്ക് ആവും. അപ്പോൾ നമുക്ക് എന്തായാലും വണ്ടി ഇപ്പോൾ ഇത്രയും അഴിച്ച് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഈ ഒരു പുറകിലോട്ടുള്ള സാധനം നമ്മുടെ സബും കാര്യങ്ങളൊക്കെ അഴിക്കാനുണ്ട്. അപ്പോൾ അതിന് മുന്നോട്ട് ഈ ഫ്രണ്ട് ഒന്ന് നീറ്റ് ആക്കിയിട്ട് നമുക്ക് നേരെ ബാക്കിലോട്ട് പോവാം. അപ്പോൾ നമ്മുടെ സ്റ്റിയറിങ്ങും കാര്യങ്ങളും എല്ലാം അഴിച്ചു മാറ്റി. ഇവിടെയുള്ള സ്വിച്ചുകളൊക്കെ നമ്മൾ അഴിച്ചു മാറ്റി താഴെ ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ.
പിന്നെ അതെ ഇതിൻ്റെ അകമൊക്കെ നല്ല നീറ്റാക്കണം. ഇത് എ സിയും കാര്യങ്ങളൊക്കെ അഴിച്ചു മാറ്റി. ഇത് ലാസ്റ്റ് നമ്മുടെ RPM മീറ്റർ കൂടെ അഴിച്ചു മാറ്റുവാണ്. എല്ലാം അഴിച്ച് വണ്ടിയുടെ ബാക്കിലും കുറേ സാധനങ്ങൾ വണ്ടിയുടെ പുറത്തും അവിടെയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയുള്ള പരിപാടി നമ്മുടെ ഡാഷ് ഇളക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡാഷ് ഇളക്കുക ഇവിടെയായിട്ട് നമ്മൾ സ്ക്രൂ ആണ് 1 2 3 ഇത് അവിടെ ഉണ്ട് 4 എണ്ണം ഉണ്ട്. അപ്പോൾ ആ 4 സ്ക്രൂ അഴിച്ച് ഡാഷ് ഊട്ടിയെടുക്കണം. അപ്പോൾ നീണ്ട കുറേ മണിക്കൂറുകളുടെ കഷ്ടപ്പാടിന് ശേഷം നമ്മുടെ വണ്ടിയുടെ കോലമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊത്തം അഴിച്ചു മാറ്റി. അപ്പോൾ അതെ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഒന്ന് മാറിക്കടാ. ഇതുണ്ടോ നമ്മുടെ ഇവിടുത്തെ ലീക്കായിരുന്നു. അപ്പോൾ നമ്മൾ MCയിൽ വെച്ച് നേരത്തെ അടച്ചായിരുന്നു. എന്നിട്ട് ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും ഇനി ഇത് പാച്ചിന് കൊണ്ടുപോകാമെന്നൊരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതെ ഇങ്ങനെയൊക്കെ ആയി കാര്യങ്ങളൊക്കെ മൊത്തം അഴിച്ചു മാറ്റി പക്ക. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ബാക്ക് സീറ്റൊക്കെ ഒന്ന് അഴിച്ചു മാറ്റുക. പിന്നെ നമ്മുടെ സബും സ്പീക്കറും ഒക്കെ ഉണ്ട്. അതൊക്കെ ഇനി വയറിംഗ് ഒക്കെ രണ്ടാമത് ചെയ്യണം. കാരണം വയറിംഗ് ഒക്കെ നമ്മൾ ഊരി മാറ്റി. അപ്പോൾ A to Z കാര്യങ്ങളും ചെയ്യണം ഇനി. അപ്പോൾ ഇനി നമ്മുടെ A to Z കാര്യങ്ങളും ചെയ്യണം. സ്പീക്കർ വയറിംഗ് മൊത്തം ചെയ്യണം. ബാക്ക് ആൻഡ്രോയിഡ് സിസ്റ്റത്തിൻ്റെ വയറിംഗ് ചെയ്യണം. അപ്പം ഇനി നാളെ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ നാളെ ഇനി നമുക്ക് വണ്ടി രാവിലെ കൊണ്ടുപോയി നമ്മുടെ AC, അതായത് ഇപ്പോൾ ഇവിടെ പാച്ച് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മുടെ ACയുടെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അവിടെ നിന്ന് അഴിച്ചു മാറ്റണം. അപ്പം ഇനി നാളെ രാവിലെ നമുക്ക് അവിടെ AC ഷോപ്പിൽ ചെന്ന് ആ ഒരു സംഭവങ്ങളൊക്കെ അഴിച്ചു മാറ്റിയിട്ട് നേരെ പാച്ചിന് കൊടുക്കണം വണ്ടി. പാച്ചെന്ന് പറഞ്ഞാൽ പാച്ച് വർക്കാണ് കേട്ടോ, സിമ്പിളായിട്ട് പറഞ്ഞതാണ്. അപ്പം ഇനി നാളെ കാണാം. ഇപ്പോൾ ടയേർഡായി. അപ്പോൾ എന്തായാലും ഇനി നാളെ കാണാം. ഹായ്, അപ്പോൾ നമ്മൾ അടുത്ത ദിവസത്തിലേക്ക് അങ്ങനെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വർക്ക് എന്ന് പറയുന്നത് നമ്മുടെ വണ്ടിയുടെ ACയുടെ ഈ ഒരു ഇവാപ്പറേറ്ററും കോയിലും കാര്യങ്ങളും ഒക്കെ ഒന്ന് അഴിക്കണം. അതിനായിട്ട് നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകണം. അതിന് ശേഷം നമ്മുടെ പാച്ച് വർക്ക്. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ അഴിച്ചതൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അതെ ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം. നമ്മുടെ വണ്ടിയുടെ ആകാം കണ്ടില്ലേ, അതെ ഇവിടെയാണ് നമുക്ക് പാച്ച് വർക്ക് വരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലമാണ് ഇപ്പോൾ നമുക്ക് വൃത്തിയാക്കേണ്ടത്. കൂടാതെ നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ബ്ലോവറും അതേപോലെ നമ്മുടെ ഇവാപ്പറേറ്റർ കോയിലും കാര്യങ്ങളില്ല. പേര് കറക്റ്റ് അല്ല, അതിനാണോ എന്ന് കമന്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇന്ന് അഴിച്ചു മാറണം. അപ്പോൾ AC വർക്ക്ഷോപ്പിൽ കൊണ്ട് അതൊക്കെ ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഇവിടെ പാച്ച് വർക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ കൊണ്ട് പാച്ചിനും കൊടുക്കണം. അപ്പൊ ഈ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഇപ്പൊ കാണിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ AC വർക്ക്ഷോപ്പിലേക്ക് പോയേക്കാം. അപ്പൊ അതേ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. അയ്യോ വേറൊരു ഫീലാണ് കേട്ടോ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ. ഇവിടുന്നാണ്ടൊക്കെ സാധാരണ ഇട്ടുണ്ടാകുമ്പോൾ സൗണ്ടും കാര്യങ്ങളൊന്നും കേൾക്കാതെ എന്നാണ്ടൊക്കെ സൗണ്ടൊക്കെ ഉണ്ടാകുന്ന കേൾക്കുന്നുണ്ട്. നമ്മുടെ ACയുടെ കംപ്രസറും കാര്യങ്ങളൊക്കെ കംപ്രസറല്ല സോറി ബ്ലോവറും വാപ്പറേറ്റർ കോയിലും എല്ലാം ഇവിടെ അയച്ചെടുക്കുവാണ് കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് ഗ്യാസൊക്കെ പിടിച്ച്. അപ്പം ഇനി നേരെ പാച്ചിന് കൊണ്ടുപോകാന്നൊരു ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. നമ്മുടെ അറ്റത്ത് ഇവിടെ നമ്മൾ കൊടുത്തിട്ട് പോവുകയാണ്. പാച്ച് വർക്ക് കഴിഞ്ഞിട്ട് കാണാൻ. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ വണ്ടി തന്നെ ആണോ എന്ന് സംശയമാണ് ഇപ്പോൾ എനിക്ക്. സത്യം അതൊന്ന് കാരണം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ അകത്തുള്ള എല്ലാ സാധനങ്ങളും അഴിച്ചു മാറ്റി വണ്ടി ഇപ്പോൾ എന്താ പറയുക ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് ഞാൻ തുറന്ന് കാണിച്ചു തരാം. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ ഡോർ തുറന്ന് പോയിക്കേ. കണ്ടില്ലേ? അപ്പോൾ കണ്ടില്ലേ നമ്മുടെ വണ്ടിയുടെ അകത്തെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം ഇവിടെ ഊരി ഇട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങോട്ട് ഫ്ലോറൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മളൊന്ന് പെയിൻറ്റ് ചെയ്തു. അതൊക്കെ നമുക്ക് കാണാം. അതിന് മുന്നായിട്ട് നമുക്ക് പുറത്തുനിന്ന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ വണ്ടിയിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്ന ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് പാച്ച് വർക്കാണ്. കാരണം നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിലെ ആ റെയിൻ ഗാർഡ് ഉണ്ട്, അതിൻ്റെ വെള്ളം ഒഴുകി പോകണ ആ ഒരു പാത്തി ഉണ്ടല്ലോ, അതിൻ്റെ അകത്ത് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് ആ ഒരു പീസ് ഫുള്ളായിട്ട് മാറേണ്ടി വന്നു. കൂടാതെ തന്നെ നമ്മുടെ റണ്ണിങ് ബോർഡ് നമ്മുടെ റണ്ണിങ് ബോർഡ് ഉണ്ട്. ഈ ഒരു പീസ് നമ്മളിപ്പോൾ പുതിയ പീസ് അടിച്ചിട്ടിരിക്കുകയാണ്. ഈ ഒരു പീസ് ഫുള്ളായിട്ട് നമ്മൾ മാറി. അതേപോലെ തന്നെ നമ്മൾ അകത്ത് ആ ഒരു പാച്ച് വർക്കും ചെയ്തു. പിന്നെ നമ്മൾ പെയിൻറ്റിങ്ങിന് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ ചെയ്തിരിക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ഹെഡ്ലൈറ്റും കാര്യങ്ങളും എല്ലാം അഴിച്ചു മാറ്റി. ഇവിടെ ആയിട്ട് നമ്മുടെ ആ ഒരു ബമ്പർ ലിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം അഴിച്ചു മാറ്റി. കൂടാതെ തന്നെ നമ്മുടെ ഈ ഒരു സൈഡിലത്തെ ഈ ഒരു മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ അഴിച്ചു മാറ്റി. കാരണം നമ്മൾ മഡ് ഫ്ലാപ്പ് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കാതെ അടിക്കുന്ന പെയിൻറ്റർമാരാണെങ്കിൽ അവർ ആ മഡ് ഫ്ലാപ്പ് കവർ ചെയ്ത് വെച്ചങ്ങ് അടിക്കും. ഭാവിയിൽ മഡ് ഫ്ലാപ്പ് നമുക്ക് ഊരിക്കളേണ്ട സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത്രയും പോർഷൻ പെയിൻ്റ് ഇല്ലായിരിക്കും. അങ്ങനെ എൻ്റെ ബാക്കിലെ ബമ്പറിന് അങ്ങനെ ഒരു പണി കിട്ടി. അതുകൊണ്ടാണ് ഞാൻ മഡ് ഫ്ലാപ്പും കാര്യങ്ങളൊക്കെ ഊരി കളഞ്ഞിട്ടുണ്ട്. പിന്നെ അലോയ്സ് നമ്മളിപ്പോൾ ഊരുന്നില്ല, കാരണം അവർ അലോയ്സ് കവർ ചെയ്ത് അടിച്ചോളാമെന്ന് പറഞ്ഞുകൊണ്ട് അലോയ്സ് ഊരി മാറ്റുന്നില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വണ്ടിയുടെ ഫ്രണ്ടിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ വണ്ടിയുടെ ഉള്ളിലേക്ക് വരാൻ നേരം നമ്മൾ മെയിനായിട്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ അകത്ത് ബ്ലാക്ക് പെയിൻ്റ് അടിച്ചു. അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നേ കണ്ടില്ലേ, ഈ ഒരു ഫ്ലോർ പെയിൻറ്റ് നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ പെയിൻറ്റ് ഷോപ്പിൽ ചെന്നിട്ട് അവരോട് പറഞ്ഞു ഇതേപോലെ നമുക്ക് വണ്ടിയുടെ ഫ്ലോറിന് അടിക്കാമെന്ന്. അപ്പോൾ അവർ സജസ്റ്റ് ചെയ്തൊരു പെയിൻ്റാണ്. എനിക്ക് ഏകദേശം 1/2 ലിറ്ററിന് 200 സംതിങ് രൂപ വിലയുള്ള ഒരു പെയിൻ്റാണ് അടിച്ചിരുന്നത്. പെയിൻറ്റ് പേരും കറക്റ്റ് ഓർക്കുന്നില്ല. അപ്പോൾ ആ ഒരു പെയിൻറ്റ് അടിച്ചു. അപ്പോൾ ഇതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ നമ്മുടെ റണ്ണിങ് ബോർഡിൽ ഇനി വെള്ളവും കാര്യങ്ങളും വീണാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല. കാരണം അത്യാവശ്യം നല്ലൊരു റബ്ബർ കോട്ട് പോലത്തെ ഒരു പെയിൻ്റാണ് ഇവിടെ അടിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിലോട്ട് വരുമ്പോൾ നമ്മുടെ വണ്ടിയുടെ എല്ലാ സാധനങ്ങളും, അതായത് വണ്ടിയുടെ അകത്തുണ്ടായിരുന്ന A to Z സാധനങ്ങളും ഊരി മാറ്റിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് നമ്മുടെ ഡോർ
ഡോർ പാഡും കാര്യങ്ങളും എല്ലാം ഊരി മാറ്റിയിട്ടുണ്ട്. വണ്ടിയുടെ ഗ്രില്ലും കാര്യങ്ങളും ഇവിടെ കിടപ്പുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് കളർ ചേഞ്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഊരി വണ്ടിനകത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ നമ്മൾ വണ്ടിയുടെ അകത്ത് നമ്മൾ ഫുള്ള് ബ്ലാക്ക് ആക്കുവാണ്. അതായത് നമ്മുടെ വണ്ടിയുടെ അകം മൊത്തം ബ്ലാക്ക് ആക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തടിക്കുന്ന കളർ നമ്മുടെ വണ്ടിയുടെ അകത്ത് അടിക്കുന്നില്ല. ഫുള്ള് ബ്ലാക്ക് ആക്കി നീറ്റാക്കി എടുക്കാൻ പോവാണ്. പിന്നെ സീറ്റും കാര്യങ്ങളും എല്ലാം ഊരി മാറ്റി. ഡാഷ്ബോർഡ് നമ്മൾ ഓൾറെഡി ബ്ലാക്ക് ആക്കി കഴിഞ്ഞു. എല്ലാം നമ്മുടെ അകത്തിരിപ്പുണ്ട്. അപ്പോൾ എല്ലാം വണ്ടി കയറി കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ നല്ല രീതിയിൽ കാണിച്ചു തരാം. പിന്നെ അതെ ഇങ്ങോട്ടോ ഞാൻ ഇവിടെ ആയിട്ടാണ് നമ്മൾ പാച്ച് വർക്ക് ചെയ്തത്. കണ്ടത് ഈ ഒരു പീസ് കണ്ടോ, ഈ ഒരു കളർ കണ്ടോ വ്യത്യാസം നോക്കിക്കണ്ടോ. ഈ ഒരു പീസ് അതായത് ഇവിടം മുതൽ ഇവിടം വരെയുള്ള പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറി സെറ്റാക്കിയിരിക്കുകയാണ്. പുതിയ പീസ് ഇട്ടിരിക്കുകയാണ്. അപ്പം സെന്നെ ഉപയോഗിക്കുന്നവർ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക. സെന്നല്ല ഏത് വണ്ടിയാണെങ്കിലും ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ മരത്തിൻ്റെ അടിയിലേക്ക് കൊണ്ട് വണ്ടി ഇടുന്ന സമയത്ത് നമ്മുടെ ഈ ഒരു ഗ്ലാസ്സിൽ നിന്ന് വന്ന് വെള്ളം ഇറങ്ങുന്ന ഒരു പാത്തിയുണ്ട്. അതിൻ്റെ അകത്ത് ഇല വന്ന് വീഴാനും നമ്മുടെ ആ ഒരു പാത്തി അടയാനും വെള്ളം നിൽക്കാനും അത് ഈർപ്പം അതിനകത്ത് നിൽക്കാനും തുരുമ്പ് ഇറങ്ങാനും ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് എൻ്റെ ഈ ഒരു സൈഡ് ഫുള്ള് പാച്ചായി പോയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഫുള്ള് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് വണ്ടി ഒന്ന് നമ്മൾ സർവീസ് സ്റ്റേഷൻ കഴുകാൻ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ ആ ഒരു അകത്തേക്ക് നല്ല രീതിയിൽ പ്രഷറിൽ വെള്ളം അടിച്ച് നോക്കുക. അതേപോലെ സെന്നിപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയേക്കുക. ചിലപ്പോൾ ലീക്ക് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ECM കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എങ്ങാനും പണി കിട്ടിക്കഴിഞ്ഞാൽ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞാൽ ECM അടിച്ചു പോകാനും വണ്ടി പണി കിട്ടാനും ചാൻസ് ഉണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ നമ്മുടെ AC ഒക്കെ ഒന്ന് അഴിക്കേണ്ടി വന്നു. അതായത് സത്യം പറഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ AC ഇപ്പോൾ നല്ല കൂളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം നമ്മളിതിന് മുന്നേ AC പണി ചെയ്തായിരുന്നു. AC വർക്ക് ഏകദേശം 6500 രൂപ കൊടുത്ത് AC വർക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അതിനിപ്പോൾ ഈ ഒരു പാച്ച് വർക്ക് വന്നതോടുകൂടി തന്നെ ആ AC പിന്നെ നമുക്ക് അഴിക്കേണ്ടി വന്നു. അങ്ങനെ ഗ്യാസ് പോയി രണ്ടാമത് ഗ്യാസ് ഫില്ല് ചെയ്യേണ്ടി വന്നു. പിന്നെ അത് കൂടാതെ എന്തായാലും അഴിച്ച സമയത്ത് ഞാനോട് പറഞ്ഞ് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്ത് നമ്മുടെ വണ്ടിയുടെ തെർമോസ്റ്റാറ്റൊക്കെ പോയിരിക്കുകയാണ്. അതായത് നമ്മുടെ AC ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവത്തില്ലായിരുന്നു, ഐസ് പിടിക്കുമായിരുന്നു ബ്ലോവറിൻ്റെ അകത്ത്. അപ്പോൾ ആ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറ്റി നീറ്റാക്കിയാണ് ഇപ്പോൾ എന്തായാലും അഴിച്ചപ്പം എല്ലാം കൂടെ വണ്ടി തിരിച്ചങ്ങ് സെറ്റാക്കി എടുത്തേക്കാന്ന് ഓർത്തു. അപ്പോൾ പിന്നെ ഡാഷ്ബോർഡ് നോക്കി ഇവിടുത്തെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം നമ്മൾ ഊരി. ഇപ്പോൾ നമ്മുടെ വണ്ടിയിലുള്ള വയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പവർ വിൻഡോയുടെ വയറിങ് സെൻട്രൽ ലോക്കിൻ്റെ വയറിങ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം ഊരി മാറ്റിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് നമ്മുടെ സ്റ്റീരിയോ സൗണ്ട് സിസ്റ്റം സബ്ബും കാര്യങ്ങളെല്ലാം ഊരി മാറ്റി. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ വർക്ക് ഏകദേശം ഇവിടം വരെയൊക്കെ ആയിട്ടുണ്ട്. ഇനി ഒരു 10-12 ദിവസത്തെ വർക്ക് കൂടെ ഉണ്ട്, പെയിൻറ്റ് ചെയ്ത് ഇറക്കണം. അപ്പോൾ ഈ ഒരു നിമിഷം വരെ എല്ലാവരും, അതായത് നമ്മുടെ വണ്ടിയുടെ വീഡിയോസ് ഓരോന്ന് വരുന്നിട്ട് നമ്മുടെ ഇൻസ്റ്റയിലൊക്കെ ഇട്ട സമയത്ത് തന്നെ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്ത് പറ്റി വണ്ടി ടെസ്റ്റ് വർക്കാണോ കാര്യങ്ങളൊക്കെ ചോദിച്ച് മെസ്സേജ് അയക്കുന്നുണ്ട്. ടെസ്റ്റ് വർക്കല്ല, ടെസ്റ്റ് മാർച്ചിലാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ വർക്കൊക്കെ ഏകദേശം തീർത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ടെസ്റ്റ് സമയത്ത് വണ്ടി കൊണ്ട് കാണിച്ച് കഴിഞ്ഞാൽ ടെസ്റ്റ് പാസ്സാക്കി എടുത്തുകൊണ്ട് പോരാം. അപ്പം അത്രയും കാര്യങ്ങളാണ് ഇപ്പം വണ്ടിയുടെ നിലവിലുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി ഇപ്പോൾ എന്തായാലും സെറ്റപ്പ് ആക്കി ഇറക്കണം. നമ്മുടെ വണ്ടിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ, അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പേര് മെസ്സേജ് ചോദിക്കുന്നുണ്ട്, അതിലൊക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ വണ്ടിയിൽ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നിങ്ങളിലേക്കൂടെ എത്തിച്ചാണ് കറക്റ്റ് സമയത്ത് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത്. ഇനി പെയിൻറ്റിങ്ങിന് കയറ്റി പെയിൻറ്റിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ നമ്മുടെ ∗ കോലമാണ് നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചിങ്കുളിയിലൂടെ ഇപ്പോൾ ഉണ്ട്. ചിങ്കു എന്തുവാണ് പറയാനുള്ള നമ്മുടെ വണ്ടിയെക്കുറിച്ച്? വണ്ടി ഫുള്ള് നമ്മുടെ വണ്ടിയാന്ന് പറയത്തില്ല കേട്ടോ, മൊത്തം സർഫൈസറൊക്കെ അടിച്ച് അവർ ലെവൽ ചെയ്തിട്ടിരിക്കുകയാണ് വണ്ടി ഫുള്ള്. അതേപോലെ തന്നെ നമ്മുടെ ബാക്കിലത്തെ ഈ ഒരു പരുവ് അവിടെ ബമ്പറൊക്കെ അഴിച്ച് മാറി. ഇവിടെ മൊത്തം മണ്ണാണ് കണ്ടത്, നല്ല മണ്ണും കാര്യങ്ങളും. അപ്പോൾ ഇതൊക്കെ ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് വേണം ഫുള്ള് പെയിൻ്റാക്കി ഇറക്കാൻ. പിന്നെ നമ്മുടെ ബാക്കിലെ ഗ്ലാസും കാര്യങ്ങളും എല്ലാം അവർ മറച്ചു കേട്ടോ. കാരണം നമുക്കിപ്പോൾ ഇതിൻ്റെ പുറത്ത് എന്തോ ഒരു സംഭവം അവർ അടിച്ചിട്ടിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും, സർഫൈസറോ അങ്ങനെന്തോ എനിക്ക് അറിയത്തില്ല, അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇവിടെ നല്ല രീതിയിൽ പുട്ടിയും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഈ ഡോർ ഫുള്ള്, അതായത് ഈ ഡോറിൽ പഴയ പെയിൻറ്റ് ഉണ്ടായിരുന്നത് ഫുള്ള് ഇളകി പോകുന്ന പുള്ളി പറഞ്ഞു. എന്നെ കാണിച്ചു തന്നു, ഒരു ഷീറ്റ് ഇങ്ങനെ ഇളക്കി പോയ പോലാണ് ഇളകി ഇങ്ങ് പോകുന്നതായിരുന്നു. അപ്പോൾ അതൊക്കെ ഫുള്ള് രണ്ടാമത് പൊട്ടിയിട്ട് ലെവൽ ചെയ്ത് നല്ല പക്ക ഫിനിഷിംഗ് ആക്കി ഇട്ടിട്ടുണ്ട്. പിന്നെ പുറത്തിന് പേപ്പറും കാര്യങ്ങളൊക്കെ പിടിക്കുമെന്നാണ് പുള്ളി പറഞ്ഞത്. പിന്നെ നമ്മുടെ അലോയ്സിൻ്റെ കളർ നോക്കിക്കുക, എൻ്റെ പൊന്നെ എളിയ നോക്കിക്കുക, നമ്മുടെ അലോയിലൊക്കെ മൊത്തം പൊടി പിടിച്ചിരിക്കുകയാണ്. പിന്നെ ഇതിൻ്റെ നടുക്കൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു, ഞങ്ങളത് പറിച്ചു മാറ്റി. കാരണം ഇത് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ അത് പറഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, വൃത്തിയാണ്. അതുകൊണ്ട് ഞങ്ങൾ പറിച്ചു മാറ്റിയിട്ടുണ്ട്. വണ്ടി ഇറങ്ങിയിട്ട് നമുക്ക് രണ്ടാമത് അതൊന്ന് സെറ്റ് ചെയ്തിറക്കണം. ഇത് കപ്പാടാ, ഒരു കപ്പ് പോലത്തെ ഒരു സാധനം, അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ പിന്നെ നമ്മുടെ അലോയ്സിൻ്റെ നട്ടിലൊക്കെ തുരുമ്പൊക്കെ ആയി കേട്ടോ, ചെറിയ ചെറിയ തുരുമ്പും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഡോർ പാഡും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചു മാറ്റിയായിരുന്നു. വണ്ടി ഡോർ പാഡും കാര്യങ്ങളും എല്ലാം അഴിച്ചു മാറ്റി നീറ്റായിട്ടാണ് വണ്ടി കൊടുത്തത്. എൻ്റെ പൊന്നെ അകത്തോട്ട് നോക്കുമ്പോഴാണ് നിങ്ങളെ കണ്ണ് തള്ളാണത്. ഉയ്യോ ചിങ്കു, വണ്ടിയുടെ അകത്ത് ഇറങ്ങുന്ന സാധനമൊക്കെ ഉണ്ടോ നീ? എൻ്റെ അളിയ നോക്കിക്കേ, നമ്മുടെ വണ്ടിയുടെ A to Z കാര്യങ്ങളും വണ്ടിയുടെ അകത്ത് ഊരിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇതൊക്കെ തിരിച്ച് സെറ്റ് ചെയ്യുന്ന കാര്യം ഓർത്തിട്ടാണ്. ഈ ഡിക്കി ഒന്ന് വലിച്ച് കാണിച്ചു, അവരൊന്ന് കാണിച്ചു കൊടുക്കാം ഡിക്കി. പിന്നെ ഇതുണ്ടോ, അത് ഈ സൈഡ് കാണിച്ചു തരാം. ഈ സൈഡും ഫുള്ള് നല്ല സെറ്റപ്പായിട്ട് അവർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നല്ല സെറ്റപ്പാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡും ഇനി പേപ്പറൊക്കെ പിടിച്ച് ലെവൽ ചെയ്തെടുക്കണം. പിന്നെ ഫ്രണ്ടിലൊക്കെ നമ്മുടെ ഫെൻഡറിനൊക്കെ ചളുക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ലെവൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിങ്കു നമ്മുടെ ഡിക്കി വലിച്ചിട്ടുണ്ട്. ഡിക്കിയുടെ അകം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം.
എൻ്റെ മോനെ നോയിക്ക്, എൻ്റെ അമ്മോ ദേ ഇതൊക്കെ ഇനി നമ്മുടെ വണ്ടിയുടെ അകത്ത് സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. ഏറ്റവും ഇഷ്ടമായിട്ട് നമ്മുടെ ആറ്റമാണെന്ന് പറയത്തില്ല, കാരണം നമ്മുടെ വണ്ടിയുടെ നേരത്തെ ലുക്ക് നിങ്ങൾ കണ്ടോളാണ്. അത് വെച്ച് നോക്കിയത് ഫുള്ള് എല്ലാം മാറ്റി. എൻ്റെ ദൈവം, ഇനി മൊത്തത്തിൽ ഇനി രണ്ടാമത് സെറ്റ് ചെയ്യുന്ന കാര്യം ഓർത്തിട്ട് എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നുണ്ടെന്ന് വേണേൽ പറയാം. പിന്നെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ബോട്ട്, അതായത് നമ്മുടെ ഫ്ലോർ നമ്മൾ ബ്ലാക്ക് ആക്കിയായിരുന്നു കേട്ടോ. നമ്മൾ ബ്ലാക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ള് വണ്ടിയുടെ അകം മൊത്തം നമ്മൾ ബ്ലാക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകം ഫുള്ള് ഇനി ബ്ലാക്കാണ് വരുന്നത് കേട്ടോ. മൊത്തം ബ്ലാക്ക് ആക്കാൻ പോവാണ്. ഫുള്ള് ബ്ലാക്ക് ആക്കി ഇറങ്ങത്തുള്ളൂ. പിന്നെ ഇനി എന്താ പറയാനുള്ളത്, നമ്മുടെ വണ്ടിയുടെ ഗ്രില്ലും കാര്യങ്ങളും അതേപോലെ നമ്മുടെ റബ്ബർ ബീഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത്. ഇതൊക്കെ ഇനി രണ്ടാമത് സെറ്റ് ചെയ്യാനുള്ളതാണ്. ഇന്നലെ എൻ്റെ മാമൻ വന്ന് ഇത് മൊത്തം അഴിപ്പിച്ച്, കാരണം ഇതൊക്കെ വണ്ടിയുടെ ഇരുന്ന സാധനങ്ങളാണ്. അപ്പോൾ വണ്ടിയിൽ അടിക്കുമ്പോൾ നല്ല ഭംഗിയായിട്ട് അടിക്കണമെന്ന് പറഞ്ഞ് മൊത്തം അഴിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലോട്ട് വന്ന് ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ട് നമ്മളിത് ഈ ഒരു AC കണ്ട, ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ AC നമ്മൾ രണ്ടാമത് ഫുള്ള് അഴിച്ച് ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് ഇവിടെ ആയിട്ടാണ് നമ്മൾ പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വണ്ടി ഫുള്ളായിട്ട് AC ഒക്കെ അഴിക്കേണ്ടി വന്ന് ഫുള്ള് അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കി നമ്മൾ വണ്ടി ഇപ്പോൾ വർക്ക് ചെയ്ത് ഇറങ്ങാൻ നേരം നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടായിരിക്കും നമ്മുടെ ചെറുക്കനെ ഇറക്കാൻ പോകുന്നത്. നമ്മുടെ പുതിയ ഗിയർ ലിവറൊക്കെ ഉണ്ട്. ഇതൊക്കെ മാറ്റണമെന്നുണ്ടായിരുന്നു, പക്ഷേ നടന്നില്ല. കാരണം നമ്മൾ അതിൽ ഒരു പ്രത്യേക സെറ്റപ്പിലാണ് കണ്ടത്. കാണിച്ചു തരാം. ഫോക്കസ് ആവ്. ഫോക്കസ് ആയി. ഒരു പ്രത്യേക സെറ്റപ്പിലാണ് നമ്മൾ ഇത് പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഊരാനും കാര്യങ്ങളൊന്നും പറ്റിയൊന്നുമില്ല. അപ്പോൾ എൻ്റെ പൊന്നെ വയറൊക്കെ കിടക്കുന്നു നോക്കി. നമ്മുടെ വണ്ടിയുടെ അകത്ത് വയറിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇതേ കിടക്കുന്നത്. ഇതൊക്കെ രണ്ടാമത് സെറ്റ് ചെയ്യണം. അളിയ ഇതിൽ മാത്രം അഴുക്കൊന്നും പറ്റിയില്ല. എന്തുവാ അളിയ നമ്മുടെ ഇറക്കിനെ കുറിച്ച് പറയാനുള്ളത്? പൊളിയായിട്ട് ഇറങ്ങും ഇനി. അതെ, നമ്മളിനി നീണ്ട ഒരു 5 ദിവസത്തെ കാത്തിരിപ്പാണ്. നമ്മുടെ വണ്ടീന് 5 ദിവസം കൂടെ വർക്കുണ്ട് ഇവിടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ വണ്ടിയുടെ അകത്ത് നമ്മൾ ഇരിക്കുവാണ്. ശരിക്കും സന്തോഷമെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മുടെ ആറ്റം പുതിയൊരു ലുക്കിലേക്ക് അങ്ങനെ മാറാൻ പോവുകയാണ്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ എന്തായാലും നമ്മുടെ വണ്ടി ഇറങ്ങുന്നേ കാണിക്കുള്ളൂ. കാരണം കളറും കാര്യങ്ങളൊക്കെ നമുക്കൊരു സർപ്രൈസ് ആയിട്ട് വെച്ചേക്കാം. കാരണം നിങ്ങൾ ആ സമയത്ത് കണ്ടാൽ മതി, നല്ലൊരു അടിപൊളി രീതിയിലുള്ള കിടിലൻ കളർ പിടിച്ചാണ് നമ്മുടെ വണ്ടി ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. അപ്പം എന്തായാലും ഇനി വണ്ടി ഇറങ്ങുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ ചെറിയ ചെറിയ ക്ലിപ്പുകൾ നിങ്ങളിലേക്ക് എത്തിക്കാം, വീഡിയോസൊക്കെ ആയിട്ട്. അപ്പോൾ കണ്ടില്ല, ഇനിയിപ്പോൾ ഏറ്റവും വലിയ പണി എന്ന് പറഞ്ഞാൽ ഇത് റീസെറ്റ് ചെയ്ത് എടുക്കുക എന്നുള്ള, നമ്മുടെ വണ്ടി മൊത്തത്തിൽ റീസെറ്റ് ചെയ്ത് പഴയ ആ ഒരു പരുവത്തിലേക്ക് ആക്കി എടുക്കുന്നതാണ് ഇത്തിരി ചടങ്ങ്. പക്ഷേ അതൊന്നും ഒരു ചടങ്ങായിട്ട് ഞാൻ കൂട്ടുന്നില്ല, കാരണം നമ്മൾ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യമല്ലേ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ആറ്റത്തിൻ്റെ വർക്ക് ഇവിടം വരെ ആയി എന്ന് ചോദിച്ചവർക്കാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ വണ്ടി വർക്കും കാര്യങ്ങളൊക്കെ ഇവിടം വരെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതൊരു കിഡ്സ് ബി ഗോവിൻ സൈനിങ് ഔട്ട്.